ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ വാഹനമോടിച്ച വിദ്യാർത്ഥിയെ പ്രതി ചേർക്കണമെന്ന് പോലീസ് റിപ്പോർട്ട്. കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് വാഹനമോടിച്ച ഗൗരി ശങ്കറെ പ്രതി ചേർക്കണമെന്ന ആവശ്യം. പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യം KSRTC ഡ്രൈവറെ പ്രതിയാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. വിവരങ്ങളുമായിട്ട് രഘുനാഥ് ചേരുന്നുണ്ട്. രഘു, ഇപ്പോൾ കേരളത്തെ ഒന്നാകെ നടുക്കിയ ഒരു വലിയ അപകടമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇപ്പോൾ വാഹനമോടിച്ച ആളെ പ്രതി ചേർക്കണമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജയലക്ഷ്മി പറഞ്ഞതുപോലെ ആദ്യമേ KSRTC ഡ്രൈവറെ പ്രതി ചേർത്താണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. പോലീസ് നൽകിയ വിശദീകരണം പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തതായതുകൊണ്ട് ആദ്യമേ പോലീസിന് ലഭിച്ച വിവരം KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചു എന്നുള്ളതാണ്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് KSRTC ഡ്രൈവറെ പ്രതി ചേർത്തത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ വിശദീകരണം. പിന്നീടാണ് CCTV ദൃശ്യങ്ങളും വാഹനം ഓടിച്ച കുട്ടിയുടെ മൊഴിയും ഒപ്പം തന്നെ ദൃക്സാക്ഷികളുടെ മൊഴിയും ഒക്കെ ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതായത് FIR-ൽ തിരുത്തൽ വരുത്തണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ അനുമതി വേണം. ആ ഒരു സാങ്കേതികത്വത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് വാഹനാപകടത്തിന് കാരണം KSRTC ബസ് ഡ്രൈവറുടെ അനാസ്ഥയല്ല, മറിച്ച് ഈ വാഹനം ഓടിച്ച കുട്ടിയുടെ അശ്രദ്ധ മൂലമാണ് അപകടമുണ്ടായത്. അതുകൊണ്ട് KSRTC ബസ് ഡ്രൈവറെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഈ വാഹനം ഓടിച്ച ആളെ പ്രതി ചേർക്കണം എന്നുള്ളതാണ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതൊരു നടപടിക്രമമാണ്. ആ നടപടിക്രമം പോലീസിന്റെ റിപ്പോർട്ട് സ്വാഭാവികമായ രീതിയിൽ കോടതി അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുന്നത്, അതായത് മറ്റൊരാൾക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിലുള്ള അശ്രദ്ധ വരുത്തുക എന്ന വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണിത്. സാധാരണ നിലയിൽ വാഹനാപകടങ്ങളിലൊക്കെ അതായത് അപകടമുണ്ടാക്കുന്ന വാഹനം ഓടിച്ച ആളിനെതിരെ ഈ വകുപ്പാണ് ചുമത്തുന്നത്. ഇവിടെയും ഈ വകുപ്പ് ചുമത്താനുള്ള സാധ്യതയുള്ളൂ. കാരണം ആ കുട്ടി മനഃപൂർവ്വമായിട്ടുണ്ടാക്കിയ ഒരു അപകടമല്ല, എന്തെങ്കിലും അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ മൂലമോ ഉണ്ടായ അപകടമായതുകൊണ്ടാണ് ഇത്തരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തണം എന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്.